என் நெஞ்சில் கூடியிருக்கும் நண்பா நன்றிகள் அனைவருக்கும். എനിക്ക് ഫ്രീഡം കിട്ടുന്ന സ്ഥലത്തൊക്കെ ഐ വിൽ ഗ്യാരണ്ടി യു ദാറ്റ് ഐ വിൽ. നീ ലിയോൻ എനിക്ക് ரொம்ப நல்லா தெரியும். നീ ലിയോനെ ഒത്തുക്കോ. ഇങ്ങനെയൊക്കെയാണ് സത്യബാബ തമിഴ് സംസാരിക്കാൻ എങ്ങനെയായിരിക്കും. നമ്മളല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, ആ കഥയാണ്, ആ സിനിമയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. എൻ്റെ പൂർണ്ണ വിശ്വാസം അതാണ്. ഹൗ ഡു യു സീ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആസ് ഒരു അവസരം നമ്മുടെ വാതിൽ തട്ടുന്നു. ആ അവസരത്തിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്, ബാക്കിയില്ല. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ 1000 Babies സ്ട്രീമിംഗ് നൗ. നമസ്കാരം. ഫസ്റ്റ് മലയാളം മൂവി ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ സിനിമ, അതിലെ സീൻസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. സോ അതിലെ ആ ഒരു ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ കാരണമാണ് അയാൾക്കൊരു വില്ലനിസം തോന്നുന്നത്. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി വില്ലൻ അല്ല, ആളുടെ സിറ്റുവേഷനാണ്. അപ്പം ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നതും, അത് മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്ത സിനിമ. സോ അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ കാണുന്നതും 2016 ഇറങ്ങുന്നത്, ആൻഡ് ഇപ്പോൾ 24 ആയി. ഇപ്പോഴും ഈ ഒരു 8 വർഷം ഇപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്രയും ഒക്കെ ആ ഒരു ക്യാരക്ടറിന് ഒരു റീച്ച് കിട്ടും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ല, ആ സമയത്ത് അതിൻ്റെ ഒരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനത് വളരെ കാഷ്വലായിട്ട് അങ്ങനെ ചെയ്തു പോയത്. I was not aware. I didn't realize how big this was going to be. അതാണ് സത്യം. മലയാളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആഹ എന്ന സിനിമയിലെ ക്യാരക്ടറാണെന്ന്. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഫേവറേറ്റ് അത് തന്നെയാണോ? എനിക്കിപ്പോൾ 1000 Babies അതിൻ്റെ കൂടെ എവിടെയോ എത്തുന്നുണ്ട്. ഗ്രാഫ് സെയിം ആയിട്ട് നിൽക്കും. അല്ല, നമ്മൾ അതാ പറയുന്നത്, ആ പ്രോജക്റ്റ് നമുക്ക് സക്സസ് ആയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിലും നമ്മുടെ പ്രൊഫഷനിലും ഒരു ഗുണം കിട്ടും. അത് ഗുണം ചെയ്യും. കാരണം people go based on the success of a project. People go for you, or people recommend you. Aha did not do very well, but why it is still a favorite is, as an artist എനിക്ക് അതിന് വേണ്ടിയുള്ളൊരു അതിൻ്റെ ആഹാരമുണ്ടല്ലോ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ആഹാരം എന്ന് പറയില്ല, അതിന് പറ്റിയ തീനി, അതിന് പറ്റിയൊരു ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. ആസ് എൻ ആക്ടർ എനിക്ക് കുറേ എക്സ്പെരിമെൻറ്റും കുറേ 2 വയസ്സ് നമുക്ക് 2 വയസ്സ് അവതരിപ്പിക്കുന്ന വേഷം ഒരു ഡ്രീം കം ട്രൂ ആണ്. ഐ ഓൾവേസ് വാണ്ടഡ് ടു ട്രൈ ആൻ ഓൾഡ് ഏജ്. ഇപ്പോൾ 2ഉം നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ട്. സോ ദറ്റ് ഈസ് ഓബ്വിയസ്ലി ലൈക്ക് അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും അവർ പറയും രോമാഞ്ചോടാണ്. എല്ലാ സമയത്തും എത്ര തവണ കണ്ടാലും നമുക്കൊന്നും ദൈവമൊന്നും. അത്രയാണ് അതിൻ്റെ ക്ലൈമാക്സ്. താങ്ക്സ് ടു ബിബൻ, ഹി ഗേവ് മീ ദറ്റ് സ്പേസ്, ദറ്റ് ഫ്രീഡം ടു പ്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഫ്രീഡം കിട്ടുന്ന സ്ഥലത്തൊക്കെ ഐ വിൽ ഗ്യാരണ്ടി യു ദറ്റ് ഐ വിൽ ഡു എ വെരി ഗുഡ് ജോബ്. സോ ആസ് എൻ ആക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ ആക്ടറാണോ അതോ? ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ. ദ തിങ് ഇസ് ഐ ഹാവ് ബീൻ, എനിക്ക് ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഒരു ധ്രുവങ്ങൾ 16 നല്ല ഫ്രീഡം കിട്ടിയിരുന്നു, നല്ല ഇൻപുട്ട്. പിന്നെ രണത്തിൽ, പിന്നെ ചാർമിനാറിൽ, പിന്നെ ഐ തിങ്ക് വദന്തിയിലും ഒരു ക്യാരക്ടറിൻ്റെ സ്കെച്ച് തന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ അത് എങ്ങനെയാണ് ആക്കുന്നത്, നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു രൂപത്തിന് നമ്മൾ എന്തായാലും ഒരു ഓറ ഉണ്ടാവും, ഒരു രൂപം ഉണ്ടാവും ആ ഒരു ക്യാരക്ടർ, ആ സോളിൽ. സോ ഐ ഗോ ത്രൂ സംതിങ് വെരി നാച്ചുറലി, വാട്ട് എവർ കംസ് ഇൻ ദ ഫ്ലോ. അറ്റ് ദ സെയിം ടൈം ഒരു ചെറുതായിട്ട് ഒരു ഇൻറ്റ്യൂട്ടീവ് ഒരു സാധനം നമുക്ക് ഇങ്ങനത്തെ മുടിയും ഇങ്ങനത്തെ ഒരു ദാടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈല് നമുക്കൊന്ന് കീപ്പ് ചെയ്താലോ ഒക്കെ. അപ്പോൾ 2-3 റെഫറൻസുകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ റെഫറൻസിൻ്റെ യാതൊരു ചായ ഇതിൽ കാണില്ല. 3ഉം അതിൻ്റെ തോട്ട് പ്രോസസ്സ് ബേസ് ചെയ്തിട്ട് ഒരു ക്യാരക്ടറിൻ്റെ ഒരു ലുക്കും ആറ്റിറ്റ്യൂഡായാലും നമ്മൾ ചിലപ്പോൾ 3 ആക്ടർ 4 ആക്ടർ എന്നൊക്കെ നമ്മൾ റെഫറൻസ് എടുക്കും. ഇമാർ എങ്ങനെയാണ് ചെയ്തത്, ഇതുപോലത്തെ ഒരു ക്യാരക്ടറാണെങ്കിൽ ഇത് 4 പേര് ഈ 4 സിനിമയിൽ ഇതുപോലത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത് എന്നൊക്കെ
അത് ചിലപ്പം കണ്ടാലും കണ്ടില്ലെങ്കിലും ഈവൻ ജസ്റ്റ് ഒരു സീൻ മാത്രം കണ്ടാലും അവർ അവരുടെ ആക്ടിങ്ങിൻ്റെ പുറകെയുള്ള തോട്ട് പ്രോസസ്സ് നമ്മൾ ഊഹിക്കും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഇവർ ആലോചിച്ചത്, ഇങ്ങനെയാണ് ചിലപ്പോൾ അവർ വിചാരിച്ച് ചെയ്തതെന്നൊക്കെ. അപ്പോൾ അവരുടെ ചിന്ത നമ്മൾ ഊഹിക്കുക. അപ്പോൾ അങ്ങനെ ദാറ്റ് വേ ആഹ വാസ് സംതിങ് വിച്ച് ചെങ്കൻ ഐ കുഡ് ഡു ആസ് ചെങ്കൻ. ചെങ്കൻ ഭയങ്കര സ്പെഷ്യലാണ്. താങ്ക് യു. ഞാൻ കുറേ ഇൻ്റർവ്യൂസിൽ ഈ മിമിക്രി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അത് കാണിച്ചത് ഇൻ്റർവ്യൂവിൽ തന്നെ ആണെങ്കിൽ എല്ലാവർക്കും നമുക്ക് സിനിമാ ഭ്രാന്തൻ വഴി എല്ലാവരെയും കാണിക്കാമല്ലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കമലഹാസൻ്റെ. പല തവണയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ഇമ്മിഡിയേറ്റ് ചെയ്ത് നോക്കിയാലോ. ഇപ്പോൾ 1000 Babies കണ്ടിട്ട് കമലഹാസൻ വിളിക്കുകയാണെന്നിരിക്കട്ടെ. Disney Hotstar'ൽ 1000 Babies സ്ട്രീമിംഗ് നൗ. നമസ്കാരം. പെട്ടെന്ന് കഴിഞ്ഞു. ഇപ്പം ഇത് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം കൂടെ വിജയ് സേതുപതിയും കൂടെ അതും കൂടെ. ആളുകൾക്ക് ബോറായി. എന്നെക്കാളും കുറേ നല്ല അതിപ്പോ കുറച്ച് നാളായല്ലോ. ഞാനൊക്കെ സിദ്ദിഖ് റോഷന്റെയും മഹേഷിന്റെ ഒക്കെ ഭയങ്കര ഫാനാണ്. അപ്പോൾ പക്ഷെ എന്നാലും ആൾക്കാർക്ക് മടുക്കാത്ത ഒരു സിനിമ വർഷങ്ങളായിട്ടുള്ള എല്ലാവർക്കും മടുക്കാത്ത പോലെ തന്നെ ഉള്ളൊരു 1000 Babies കാര്യം സംസാരിക്കാം. വിജയ് സേതുപതി കണ്ടതും കൂടെ നമ്മളത് ചെറുതായിട്ട് അത് കുറയ്ക്കുക. കാരണം എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ആഗ്രഹമാണ് കാണാൻ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് നമ്മൾ ചെയ്യാതിരിക്കാനുള്ള ഭാഷയല്ല, മൈൻഡ് സെറ്റാണ്. നമ്മൾ മൈൻഡ് സെറ്റ് ഒരു കാലത്ത് അത് കുറേ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് തിങ്കിങ് ഡിഫറെൻ്റ്ലി. അപ്പോൾ അങ്ങനെ ആ മൂഡ് ഓഫ് ഒരു വേറെ തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു മിമിക്രി ബിക്കംസ് എ ഹിൻഡ്രൻസ്. അപ്പോൾ ആ ക്രിയേറ്റീവ് ഫ്ലോ എന്താ പറയുക, ചീത്തവാതിരിക്കാനാണ് ഞാൻ ഈ മിമിക്രി ചിലപ്പം ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഡബ്ബൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലിയോയിലൊക്കെ സഞ്ജു ബാബയ്ക്ക് വേണ്ടി വോയിസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും വീണ്ടും അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവട്ടെ. പക്ഷെ അതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ശരിക്കും സഞ്ജു ബാബ തമിഴ് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നീ ലിയോ നിനക്ക് ரொம்ப நல்லா தெரியும், നീ ലിയോനെ ഒത്തുക്കോ. ഇങ്ങനെയൊക്കെയാണ് സഞ്ജു ബാബ തമിഴ് സംസാരിക്കാൻ എങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്തത്. പിന്നെ തമിഴ് ആരാ ഫേവറേറ്റ്? വിജയ്. என் நெஞ்சில் கூடியிருக்கும் நன்றிகள் அனைவருக்கும். അടിപൊളി, നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വിജയുടെ സൗണ്ട് നേരത്തെ കേൾക്കുന്നത്. ആണോ? പക്ഷെ കിടിലനായിട്ട് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ചിലപ്പോൾ അത് കാണുമ്പോഴൊക്കെ നന്നായി ഞാൻ നിർത്തിയത്, അല്ലെങ്കിൽ പോയി പുറത്താക്കും. അങ്ങനെയൊന്നുമില്ല. I really admire a lot of them. Siddiq, Mahesh and a lot more other guys. Hats off to you guys. നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് വെച്ചാൽ ഭയങ്കര പെർഫെക്ഷനാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ബാക്ക് ടു 1000 Babies. സോ ഇപ്പോൾ ഇതിലെ ഒരു ക്യാരക്ടർ ഇപ്പോൾ പറഞ്ഞു ഇതിന് മുൻപ് ചെയ്തിട്ടില്ലാത്ത രീതിയിലാണെന്ന്. എല്ലാ ആക്ടേഴ്സും ക്യാരക്ടേഴ്സിൻ്റെ റെപ്പറ്റേഷൻ വരാതിരിക്കാനായിട്ട് നോക്കാറുണ്ട്. സോ ഇതുപോലത്തെ തന്നെ ഒരു മലയാള സിനിമ വരുന്ന ഒരു ക്യാരക്ടർ, ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ഇനി വന്നു കഴിഞ്ഞാൽ, അത് മലയാളത്തിൽ നിന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഇനി ചെയ്യുമോ? എനിക്ക് നല്ല റോളായിരിക്കണം, നല്ല എഴുത്തായിരിക്കണം. ക്യാരക്ടറും കഥയൊക്കെ അത് ഇമ്പ്രസ്സായാൽ, എന്താ പറയുക, നല്ല കഥയാണെങ്കിൽ നമ്മളൊരു 10-200 തവണ നമ്മളൊരു ഗ്രേ ഷെയ്ഡ് ചെയ്താലും ഓരോരോ ക്യാരക്ടർ നല്ലപോലെ നല്ല എഴുത്തുണ്ടെങ്കിൽ, നല്ലപോലെ എഴുതിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് വേണം. അതിൻ്റെ ഒരു കുറച്ചെങ്കിലും ഒരു ആഴം കാണുമ്പോഴാണ് നമുക്കൊരു വിശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിൽ സാധനമാണ്, ഈ ക്യാരക്ടർ ഒരു ഇതും. It's not that the character has to justify why he is bad. പക്ഷെ നമ്മളെല്ലാവരും വ്യക്തിപരമായി നമ്മൾ ഒരു ആളെ കാണുമ്പോൾ അയാളുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അയാൾക്കൊരു ചില ശീലങ്ങളും അല്ലെങ്കിൽ അവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സഞ്ജീവ് കൃഷ്ണ എന്ന് എടുത്താൽ അയാൾ ഒരു കാലത്ത് ഭയങ്കര ഹിറ്റ് എഴുത്തുകാരനാണ്, ഹിറ്റ് റൈറ്ററാണ്.
അയാളുടെ മറ്റേ സുഹൃത്തിൻ്റെ പ്രൊഡക്ഷനിൽ വെച്ച് ഭയങ്കര ഹിറ്റ്സൊക്കെ ഭയങ്കര സക്സസ് കണ്ട ഒരാളാണ്. അപ്പോഴാണ് ഇപ്പോൾ ഒരു പരാജയത്തിൻ്റെ ഒരു മോഡിലാണ് ഇരിക്കുന്നത് സഞ്ജീവ് കൃഷ്ണയുടെ പ്രസൻറ്റ്. അപ്പോൾ അയാൾക്ക് ഈഗോ ഉണ്ട്, അയാളൊരു മെയിൽ ഷോവനിസ്റ്റാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിച്ച് മേക്സ് എ മാൻ ലെസ് ഡിസൈറബിൾ. അത്ര ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറിൻ്റെ ചില ഇതെല്ലാം ഒരു ഇതാണ് ക്യാരക്ടേഴ്സാണ് ഫീച്ചേഴ്സാണ്. സോ ദ തിങ് ഈസ് ഈ ഇൻപുട്ട് സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പോലെ നജീം കോയ സാറിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് ഡയറക്റ്റ് അയാൾ എന്താണ് ഈ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതുകൊണ്ട് ഇയാൾക്ക് ഇത് സഹിക്കാൻ വയ്യ എന്നൊക്കെ ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽഡാണ്. നജീംകാട് ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഭയങ്കര ഡീറ്റെയിൽഡാണ് ആൻഡ് ഭയങ്കര കാമും കൂടിയാണ്. ഭയങ്കര ചില്ലാണ്, ഭയങ്കര കാം, ഭയങ്കര ക്യാപ്റ്റൻ കൂളാണ്. I've never felt he has an ego. എന്താ പറയുക, ഹീസ് എൻ ആക്ടേഴ്സ് ഡിലൈറ്റ്. നമ്മളെ ആക്ടേഴ്സിന് ഒരു ഡയറക്ടേഴ്സ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. ഹീസ് എൻ ആക്ടേഴ്സ് ഡിലൈറ്റ് ബിക്കോസ് എൻ ആക്ടർ, പ്യുവർ ജെന്യുവൻ പാഷനേറ്റ് ആക്ടർ ഓൾവേസ് വാണ്ട്സ് മോർ ആൻഡ് മോർ ഇൻപുട്ട് ആൻഡ് റെഫറൻസ് എന്നത് സംതിങ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ടു അച്ചീവ് ദ ക്യാരക്ടർ. സോ അതുകൊണ്ട് എനിക്ക് വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഗോട്ട് 1000 Babies. സോ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ why not, if I have a detailed a director who has an eye for detail, അയാൾക്ക് ഒരു ഡെപ്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഐ യൂസ് ടു ബി വെൽക്കം. അപ്പോൾ ആ ഒരു സ്പേസ് നമുക്ക് കിട്ടിയാൽ മതി. ഭയങ്കര എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതൊക്കെ? ആൻഡ് ഇതുവരെയും സ്ക്രിപ്റ്റ് നമ്മളല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, ആ കഥയാണ്, ആ സിനിമയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിന് എൻ്റെ പൂർണ്ണ വിശ്വാസം അതാണ്. കാരണം നമ്മൾ വിചാരിക്കാത്തതും വിചാരിച്ചതും എല്ലാം തെറ്റിദ്ധരിക്കാൻ സത്യാവസ്ഥയിൽ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ നടക്കുന്നത് ഏതോ, അപ്പോൾ അങ്ങനെ വേറെ എന്തൊക്കെയോ. അത് തിങ് എനിക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അത് എനിക്ക് വേണ്ടി എഴുതിയ ക്യാരക്ടർ പോലെ നമുക്ക് തോന്നുന്നതാണ്. പക്ഷേ ഒബ്വിയസ്ലി യു ആർ ഓൾവേസ് ഗോയിങ് ടു ബി റീപ്ലേസ്ഡ്. ഇപ്പം നിങ്ങളത് ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും. പക്ഷെ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് നമ്മളെന്താണ് അതുകൊണ്ടാക്കുന്നത്, നമ്മൾ വാട്ട് ആർ വി ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്, വാട്ട് ഡു വി മേക്ക് ഔട്ട് ഓഫ് ഇറ്റ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് ഭയങ്കര ഒരു അതൊരു ജഡ്ജ്മെൻറ്റ് പോയിൻ്റാണ് of how you make use of an opportunity. How do you see that opportunity as? ഒരു അവസരം നമ്മുടെ വാതിൽ തട്ടുന്നു, ആ അവസരത്തിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അവിടെ നിന്നാണ് തുടങ്ങുന്നത്, ബാക്കിയില്ല. അതെ, അതുപോലെ ഇനി ചെയ്യാൻ താല്പര്യമുള്ള റോൾസ് എന്തൊക്കെയായിരിക്കും? ഞാൻ ഓപ്പണായിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ചിലതൊക്കെ ഉണ്ട്. ലൈക്ക് എനിക്ക് ആക്ഷൻ ചെയ്യണമെന്നുണ്ട്, കുറച്ചും കൂടി നല്ല ആക്ഷൻ, ബട്ട് നല്ല എഴുതിയ ആക്ഷൻ. ലൈക്ക് അതിൽ നല്ലൊരു സ്ക്രിപ്റ്റും വേണം, നല്ല ആക്ഷൻ. പക്ഷെ ആദ്യം നല്ല കോമഡി. ആക്ഷൻ കോമഡി ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണല്ലോ പറയുന്നത്. ഭയങ്കര ആഗ്രഹമാണ്. കാരണം കുറേ പേര് എന്താ പറയുക, കാണുമ്പോഴൊക്കെ ഹ്യൂമർ ഒന്ന് ചെയ്താൽ കൊള്ളാം, കിട്ടണ്ടേ, അല്ലെങ്കിൽ എഴുതി എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമുക്കത് ചെയ്യാൻ കിട്ടിയാൽ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും നടക്കും, ചെയ്യാതെ പോകില്ലല്ലോ. അതെ. പിന്നെ ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഞാൻ ഹിന്ദിയിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. യശരാജ് പ്രൊഡക്ഷൻസിൽ കീർത്തി സുരേഷാണ് ലീഡ് ചെയ്യുന്നത്, രാധിക ആപ്റ്റെയൊപ്പം. അപ്പോൾ അത് ഉണ്ട്. പിന്നെ തമിഴ് വേറെ അമേസോൺ ഒറിജിനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗാങ്സ് എന്ന് പറഞ്ഞത്. അതൊരു വലിയ കാസ്റ്റാണ്. വീണ്ടും അശോക് സെൽവനാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നല്ല വലിയ പ്രോജക്റ്റുകളുണ്ട് തമിഴിൽ, ഞാൻ തൽക്കാലം പറയുന്നില്ല. ഇപ്പം അതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ചില പ്രോജക്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദാർത്ഥ് സാറിൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, മൈനാട് ഹീറോ, ഓർമ്മ വരുന്നെന്ന് തോന്നുന്നു. വീരത്തിലൊക്കെ ഉണ്ട്. നമ്മുടെ തുമാരി സുലുവില്ലേ, വിദ്യാബാലൻ്റെ ഒരു പടം, അതിൻ്റെ റീമേക്ക് തമിഴിലെ കാട്ടിൻ മൊഴി എന്ന് പറഞ്ഞിട്ട് ജോ മാഡം വെച്ചിട്ട്, ജ്യോതിക മാഡം എന്ന് ആ ക്യാരക്ടറിൻ്റെ ഭർത്താവായിട്ട് അഭിനയിച്ച ആൾ. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, വിദ്യാർത്ഥ ആരാണെന്ന് പറയാം. ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല.
He's a very good actor, so I'm doing a film with him. സോ ഇത്രയാണ് ഇപ്പം മലയാളത്തിൽ നിന്നുള്ള ഓഫീസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇല്ല അടുത്ത വർഷം, ഈ വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ താഴെ അടുത്ത വർഷമായിരിക്കും. ഇപ്പം മലയാളത്തിൽ നമ്മൾ 1000 ബേബീസും ഒക്കെ പോലെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ അതെ. അപ്പം ഇനിയും ഇപ്പം മലയാളം എല്ലാവരും ഒന്ന് 1000 ബേബീസ് കാണണ്ടേ ആദ്യം. 1000 ബേബീസ് എല്ലാവരും ആദ്യം കണ്ടു. എല്ലാവരും ഇപ്പം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പോയി കാണാം. അപ്പം ഒരുപാട് നല്ല റെസ്പോൺസസ് ഇനിയും ഉണ്ടാവട്ടെ. ഇപ്പം ഇറങ്ങി 24 hours തന്നെ ട്രെൻഡിങ് 2 വരെ എത്തി നിൽക്കുകയാണ്. സോ ഇതിലും വലിയ വിജയം എന്താണല്ലേ. ഒരുപാട് പേര് ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞു. സോ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പം ഞാൻ ബിഞ്ച് വാച്ച് ചെയ്തു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആ സഞ്ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താ പറയുക, ആ പെർഫോമൻസ് വൈസ് നോക്കിക്കഴിയുമ്പോൾ ആ ക്യാരക്ടറോട് നമുക്ക് തോന്നുന്ന ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, അവിടെയാണ് ആ ആക്ടറിൻ്റെ വിജയം എന്ന് പറയുന്നത്. സോ എനിക്കത് ഫീൽ ചെയ്തു. ഇപ്പം പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ ഇനിയും ഒരുപാട് വിജയം തന്നെ എത്തട്ടെ. ആൻഡ് മലയാളത്തിൽ ഇനിയും കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്.